ഇനി അടുത്തത്, വൈ ഡസ് ദ താലിബാൻ മേക്ക് വിമൻ കവർ ദംസെൽവ്സ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകളോട് മൂടി പൊതിച്ച് നടക്കാൻ പറയുന്നത്? ബിക്കോസ് മുഹമ്മദ് സെഡ് വിമൻ മസ്റ്റ് കവർ ദംസെൽവ്സ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ മൂടി പൊതിച്ച് നടക്കണം. കാരണം എന്താണ്? പൂവാലന്മാർക്ക് പ്രശ്നമാവും. ഹിജാബ് സംബന്ധിച്ച് നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹിജാബ് ഒരു തീട്ടക്കഥ എന്ന ഒരു വീഡിയോ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്യുക, കാണുക, സ്മൃതി അടയുക. ഇനി അടുത്തത്, വൈ ഡസ് ദ താലിബാൻ നോട്ട് അലൗ വിമൻ ടു ഗോ ഔട്ട് ഇൻ പബ്ലിക് ഓൺ ദെയർ ഓൺ? ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് പുറത്തു പോകാൻ എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അവിടെ പറയുന്നത് ബിക്കോസ് മുഹമ്മദ് സെഡ് വിമൻ മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ മാൻ. ഇതാണ് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ അവിടെ വേറൊരു രസമുണ്ട്. കാരണം ഇതേ നിയമം നിലനിന്നിരുന്ന, ഈ അടുത്ത കാലത്ത് പോലും നിലനിന്നിരുന്ന സ്ഥലമാണ് സൗദി അറേബ്യ. പക്ഷെ അവർ ആ നിയമം എടുത്ത് കാട്ടിക്കളഞ്ഞു. എന്താ കാര്യം? ഒരു സമൂഹം പുരോഗമിക്കണം, മുന്നോട്ട് പോകണം, കാലത്തിനനുസൃതമായിട്ട് നീങ്ങണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് കുപ്പയിലേക്ക് എറിയുന്ന കുറേ സാധനങ്ങൾ. അതായത് ഇപ്പം നമ്മൾ വീട് ഇങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് കുറേ പഴയ വീടായി, നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, കുറച്ച് നന്നാക്കണം എന്ന് തോന്നി നമ്മൾ ഒരു റിനോവേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? വീട്ടിലെ കച്ചറയൊക്കെ എടുത്ത് കുപ്പയിലെറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ പെയിൻറ്റുകാരെ വിളിക്കുന്നു, മറ്റ് പണികളൊക്കെ കാർപ്പൻറ്റേഴ്സിനെ വിളിക്കുന്നു, ഇൻറ്റീരിയർ ഡിസൈൻ ആളുകളെ വിളിക്കുന്നു, ഡിസൈൻ ചെയ്യിക്കുന്നു, അടുത്തത് പണിയുന്നു. ഇതാണല്ലോ നമ്മൾ ചെയ്യുക. ഇതേ പ്രക്രിയ ഒരു രാജ്യം നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ ഒരു സമൂഹം നടപ്പിലാക്കുന്ന സമയത്ത് ഇതുപോലെ ആദ്യം കുപ്പയിലേക്ക് എറിയുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ സാധനമാണ് ഇസ്ലാം എന്നുള്ളത് നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. എന്തെല്ലാം നിയമങ്ങളാണ് അവരെടുത്ത് കുപ്പയിലേക്ക് എറിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീ പുറത്തേക്ക് പോകുമ്പോൾ പുരുഷൻ ഉണ്ടാകണം എന്ന നിയമം പോലും ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ്. ഇങ്ങനെ പലതും എടുത്തു കളഞ്ഞിട്ടുണ്ട്. പലതിലെയും ഹലാലും ഹറാമും ഒക്കെ മാറി മറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ലിവിങ് ടുഗദർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാമിന് അന്യമാണ്. അതുപോലും നമ്മളിവിടെ എടുത്തു കളയുന്ന ഒരു രീതി, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി അവിടെ കണ്ണടയ്ക്കുന്ന ഒരു രീതി, ഇതാണ് നമ്മളവിടെ സൗദി അറേബ്യയിൽ നിന്ന് കണ്ടത്. കാരണം കാലം മാറുന്നു, കാലം നീങ്ങുന്നു. അതിനനുസരിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ചില മാറ്റങ്ങൾ, നമ്മളുടെ പുരോഗതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ചീഞ്ഞളിഞ്ഞ സാധനം ആദ്യം എടുത്ത് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അതാണ് സൗദി അറേബ്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഏതായാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഒറ്റ കാര്യം കൂടി ലാസ്റ്റ് ഞാൻ പറയുന്നു. അതായത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സൗദി അറേബ്യ ചെയ്യുന്നത് അങ്ങ് മാറ്റി വെച്ചിട്ട് താലിബാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഇതുപോലെ ഇസ്ലാമിൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്ന സമയത്ത് അവിടെ ഇസ്ലാമിൻ്റേതാണ് എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് സിംസാറുൽ ഹക്ക്, ഹുദവിയെ പോലെയൊക്കെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിവിടെ പറയുന്ന കാര്യം ഇതൊന്നും ഇസ്ലാം അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താലിബാനെ റിജക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൽ റിജക്റ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെ തന്നെയാണ് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇതറിയാതെ നിങ്ങൾ ഇസ്ലാമിനെ തള്ളി പറഞ്ഞാൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാകുന്നു. നിങ്ങൾ രണ്ടാമത് കലിമ ചൊല്ലാൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ഏതെങ്കിലും വിശ്വാസി താലിബാനെ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വലിയ പാപമാണ്. നിങ്ങൾ നരകത്തിൽ കടന്ന് വെന്ത് പൊരിയും, അൽഫഹം വെന്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ തള്ളാതെ താലിബാനെ തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ളൊരു സാധനം കൂടി നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്തിനെയും അതുപോലെ മറ്റൊരു ചെറിയ സംഘടനയും സൗദി അറേബ്യ നിരോധിക്കുകയുണ്ടായി. ആ സമയത്ത് നമ്മൾ ചെയ്തതാണ് തബ്ലീഗിനെ നിരോധിച്ചു എന്ന് പറയും. സത്യത്തിൽ തബ്ലീഗിനെ അല്ല നിരോധിച്ചിരിക്കുന്നത്. തബ്ലീഗിനെ നിരോധിച്ചു എന്ന് പറഞ്ഞ് അവിടെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ, തബ്ലീഗ് ചെയ്ത കാര്യങ്ങളെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവിടെ നിരോധിച്ചിരിക്കുന്നത് ഇസ്ലാമിനെ തന്നെയാണ്. ഈ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. അതിൻ്റെ വാർത്താ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഏതായാലും അവസാനിപ്പിക്കുകയാണ്. അതിന് മുന്നേ ഒരിക്കൽ കൂടി നമ്മൾ വിശ്വാസികളെ കരച്ചിൽ തുടരുകയാണ്. എൻ്റെ കരച്ചിൽ തുടരുകയാണ്. ആ കരച്ചിലിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ എന്നെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയം, സംവാദം, അതിൻ്റെ ഓരോരോ പരിപാടികളായിട്ട് അതേ വേദിയിൽ ഒരു ട്രാജഡി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഗൺ ട്രാജഡി ഹാളിൽ ഇതുപോലെ ഒരു ട്രാജഡി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും 3-4 ഒക്കെ കഴിഞ്ഞു. നമ്മളുടെ വിശ്വാസികൾ ഹാളിലേക്ക് എത്താത്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. നമ്മളുടെ കാക്കമാർ നടു റോട്ടിൽ ഇങ്ങനെ നിന്നിട്ട് വലിയ തോതിൽ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാൻ തുടക്കത്തിൽ പറഞ്ഞാണ്, എന്നാലും ആവർത്തിക്കുന്നു.
എത്രയും പെട്ടെന്ന് തന്നെ ഈ കരച്ചിലിന് നമ്മൾ ഒരു നല്ലൊരു സഹകരണം കൊടുത്തുകൊണ്ട് ഇതൊന്ന് എത്രയും പെട്ടെന്ന് തീരുമാനമാക്കി കൊടുക്കണം. എനിക്കിത് കണ്ടു നിൽക്കാൻ വയ്യ എൻ്റെ പൊന്നു മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് തൊട്ടടുത്ത് നാളെ നടക്കുന്ന കാര്യമാണ്. തിരൂര് ഇതേ വാഗൺ ട്രാജഡി ഹാളിൽ തന്നെയാണ്. നമ്മളുടെ പല പല വേണ്ടപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് നമ്മൾ അബ്ദുൽ അസീസ് പൊന്മുണ്ടം എന്ന് പറയുന്ന നമ്മളുടെ പൊന്മുണ്ടം സാഹിബുണ്ട്, തെളിവ് ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തെളിവ് കിട്ടട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഹൈത്തമിക്ക് വേണ്ടാത്ത തെളിവ് അദ്ദേഹത്തിന് വേണമെന്ന് പറയുമ്പോൾ എനിക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൈത്തമി ചോദിച്ചാൽ കൊടുക്കും എന്നുള്ളത് ഇപ്പോഴും ഞാൻ പറയുന്നു. ഹൈത്തമി ഇതുവരെ ചോദിച്ചിട്ടില്ല. തെളിവ് കൊണ്ട് നടക്കുകയാണ്. എത്ര കാലം അത് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ഭാരമുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. താലിബാനെ തള്ളുന്ന ആളുകൾ ഒരു കാര്യം അവസാനമായിട്ട് ഒന്നും കൂടി ഒന്ന് ഓർത്തുകൊണ്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാണ്, ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് താലിബാനെ തള്ളാം ഇസ്ലാമിനെ തള്ളിക്കൊണ്ട്, അല്ലാതെ നിങ്ങൾക്ക് താലിബാനെ തള്ളാൻ കഴിയില്ല. അങ്ങനെ തള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ കലിമ ചെല്ലാൻ തയ്യാറായിക്കോളി മക്കളെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്തരം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഈ വരുന്ന കാസർഗോഡ് 13-ാം തീയതി നടക്കുന്ന ഇൻസെപ്ഷൻ എന്ന് പറയുന്ന എസൻസിൻ്റെ പ്രോഗ്രാമിൽ നമ്മൾ ഇരുവാദ ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മൾ ഓരോ സമയങ്ങളിലും ഏർപ്പെടുന്ന കാര്യം, അതായത് എല്ലാത്തിൻ്റെയും ഒരു എല്ലാ കാര്യത്തിലും ഒരു വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്ന ഒരു കാര്യം. വിക്ടിം ബ്ലെയിമിംഗ് അല്ല, വിക്ടിം കാർഡ് പ്ലേയിങ്. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, വിക്ടിം പ്ലേയിങ് എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി. അതിനെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ്. അത് കുറച്ച് സാമുദായികമായിട്ടുള്ള ചില കറണ്ട് ഇഷ്യൂസൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ പ്രസൻറ്റേഷനാണ്. എന്താണ് അത്, നമ്മൾ എങ്ങനെയാണ് അതിൽ പെടുന്നത്, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നൊക്കെ ഉള്ളത് സംബന്ധിച്ചുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. ലൈവ് ഏതായാലും കാണില്ല, അതിൻ്റെ റെക്കോർഡിംഗ് എന്തായാലും വരും. കഴിയുന്നത്ര ആളുകൾ നേരിട്ട് പങ്കെടുക്കുക. കാസർഗോഡ് ആദ്യമായിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. കഴിയുന്നത്ര ആളുകൾ നേരിട്ട് തന്നെ ആ ഭാഗത്തുള്ള ആളുകൾ, കണ്ണൂർ കോഴിക്കോടൊക്കെയുള്ള ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക, പരിപാടി വിജയിപ്പിക്കുക. വാഗൺ ട്രാജഡി ഹാളിൽ നാളത്തെ കാര്യം അത് നിങ്ങൾ മറക്കരുത്. എല്ലാവരും എല്ലാ പരിപാടിയും വിജയിപ്പിക്കണം. കാരണം ഇത് പരിപാടികളിലൂടെ തന്നെയാണ് നമുക്ക് പരസ്പരം അറിയാനും പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആളുകൾക്ക് എത്താനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.